जो सांझ ख्वाब देखते थे नैना, बिछड़ के आज रो दिए हैं यूं नैना, जो मिलके रात जागते थे नैना, शहर में पल के मीचते हैं यूं जुदा. ഈ ലോകം നമ്മുടേത് മാത്രമല്ല, കാഴ്ചയില്ലാത്തവർക്കും ശബ്ദം കേൾക്കാൻ കഴിയാത്തവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. നമുക്കൊരിക്കൽ കാഴ്ച നഷ്ടപ്പെട്ടാൽ, ശബ്ദങ്ങളൊന്നുമില്ലാത്ത ലോകത്തിൽ ജീവിക്കേണ്ടി വന്നാൽ, ഇവയെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ ഭയക്കേണ്ട ഒരവസ്ഥ. പക്ഷേ ഈ ലോകത്തെ ചിലർ അതിനും അതീതമായി ജീവിക്കുകയും ലോകത്തിനൊരു മാതൃകയാവുകയും ചെയ്തു. അത്തരമൊരു മഹത്തായ വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർ. 1880 ജൂൺ 27 അലബാമയിലെ ടസ്കംബിയയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അച്ഛൻ ക്യാപ്റ്റൻ ആർത്തർ ഹെൻലി കെല്ലറും അമ്മ കേറ്റ് എഡ്മണ്ട്സ് കെല്ലറും അവരുടെ കുഞ്ഞിനായി വലിയ പ്രതീക്ഷകൾ കുറിച്ചു. അവർ കുട്ടിയെ ഹെലൻ ആഡംസ് കെല്ലർ എന്ന് പേരിട്ടു. ഹെലൻ, ഹെലൻ, എഴുന്നേറ്റോ? വായു വാവേ. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ആർത്തർ, ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? എന്താ കേറ്റ്, എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കണേ? നോക്കിക്കേ, നല്ല ചൂട്, പനിയാണെന്നാ തോന്നണേ. ശരിയാ, നല്ല ചൂടുണ്ടല്ലോ. നമുക്ക് ഡോക്ടറെ വിളിക്കാം. എത്ര നാളായി പനി തുടങ്ങിയിട്ട്? ഇന്ന് രാവിലെ. അല്ല, 2-3 ദിവസമായി കുഞ്ഞിന് ചൂട് വന്നു പോകുന്നുണ്ടായിരുന്നു. കുട്ടിയെ നേരത്തെ ഡോക്ടറെ കാണിച്ചിരുന്നോ? അയ്യോ ഡോക്ടറെ, ചൂട് വന്നു പോകായിരുന്നു, അതുകൊണ്ട് കാണിച്ചില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. നോക്കൂ, കുട്ടി സൗണ്ടിനെയോ നമ്മളെയോ ശ്രദ്ധിക്കുന്നില്ല. എത്രയും വേഗം തന്നെ കാണിച്ചോളൂ. ആറു വർഷങ്ങൾക്ക് ശേഷം. ആർത്തർ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹെലനെ എനിക്ക് ഒട്ടും നിയന്ത്രിക്കാൻ കഴിയണില്ല. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഇന്ന് അവൾ കുളിക്കാൻ സമ്മതിച്ചില്ല, മുടി കെട്ടാൻ സമ്മതിക്കണില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. എനിക്ക് ഒരു തരത്തിൽ അവളെ നിയന്ത്രിക്കാൻ കഴിയണില്ല. എന്ത്, അവൾ ഉപദ്രവിച്ചെന്നോ? ആര്? അവൾ ഉപദ്രവിച്ചാലും നമുക്ക് എന്ത് ചെയ്യാനാകും? അവളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമോ? അവൾക്ക് കേൾക്കാനും കാണാനും സാധിക്കില്ലല്ലോ. അവളുടെ വികാരങ്ങൾ എങ്ങനെയാവും പ്രകടിപ്പിക്കുക? നമുക്ക് എന്ത് ചെയ്യാനാകും? ശരിയാ, നമുക്ക് എന്ത് ചെയ്യാനാവും? ഇരുട്ടിന്റെയും മൗനത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാനാവും? ആർക്കെങ്കിലും ഹെലനെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനും മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനും പഠിപ്പിക്കണം. എനിക്ക് വയ്യ അവൾ ഇങ്ങനെ പെരുമാറുന്നത് കാണാൻ. ഹെലനെ സഹായിക്കാൻ ആർക്കാ കഴിയാ? എവിടുന്ന് അവരെ കണ്ടെത്തുക? അന്ധതയുടെയും മൗനത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അവർ എങ്ങനെയായിരിക്കും ലോകത്തോട് സംസാരിക്കുക? അവരെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? നമുക്ക് അവരെ കണ്ടെത്താം, ഹെലനെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ. ഓക്കെ, ഞാൻ ഇവിടെയുള്ള ബഡ് സ്കൂളുകളിൽ ഹെലനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താം. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ആർത്തർ. ഹലോ, ഞാൻ ആനി മാൽഫ്രിഡ് സുലിവൻ. ഹലോ മിസ് സുലിവൻ, ഇത് നമ്മുടെ ഹെലൻ. ടീച്ചർ, അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ടീച്ചർ, അവൾക്ക് പരിചയമില്ലല്ലോ. അറിയാം, പക്ഷെ കുഴപ്പമില്ല. ഞാൻ അവളെ പഠിപ്പിക്കാൻ വന്നതല്ലേ. അവൾ എങ്ങനെ പെരുമാറിയാലും എനിക്ക് കുഴപ്പമില്ല. പേടിക്കണ്ട, പേടിക്കണ്ട. ഹെലൻ, TOLL, ഡോൾ. എനിക്കിപ്പോ ഉറപ്പായി നിനക്കിത് സാധിക്കും. ടീച്ചർ, ഹെലന് ശരിക്കും നമ്മളോട് സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ്. ഹെലന് തീർച്ചയായും നമ്മളോട് സംസാരിക്കാൻ പറ്റും. മറ്റുള്ളവരെ പോലെയല്ല, അവളുടേതായ ഭാഷയിൽ. ടീച്ചർ, നിങ്ങൾ വിശന്നിരിക്കുമല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാം. ഹെലൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അതെ ടീച്ചർ, അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹെലൻ, ഹെലൻ.
ഹെലന് നമ്മളോടൊക്കെ ആശയവിനിമയം നടത്താൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവളെ അനുസരിക്കാൻ പഠിപ്പിക്കണം. ഞാൻ അവളെ പഠിപ്പിക്കാം. നിങ്ങളിപ്പോൾ ദയവായി പുറത്തു പോകൂ. ഹെലൻ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. Water. Yes. Yes. Water. Teacher. Yes, teacher. എഴുത്തുകാരിയായും രാഷ്ട്രീയ പ്രവർത്തകയായും പ്രഭാഷകയായും ഹെലൻ കെല്ലർ ജീവിതത്തിൽ വളർന്നു. കാഴ്ചയും കേൾവിയുമില്ലാത്ത ഹെലൻ എന്ന കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് ലോകത്തിന് പ്രചോദനം പകർന്ന വ്യക്തിത്വമായ ഹെലൻ കെല്ലറിലേക്കുള്ള വളർച്ചയിൽ അധ്യാപിക വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ശുദ്ധിയുള്ള ഗുരുശിഷ്യ ബന്ധത്തിന് ഇന്നും അത്ഭുത പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുന്നിൽ ഹെലൻ കെല്ലറും ആനി സുലുവിനും.